కోసల పురించగడై ఒక లోడగ కోసల పురించగడై ലുടുലുടു പുറിഞ്ചം തടുകുടു ലിഞ്ചം ചടപട തഞ്ചം പടതിക തൃഞ്ചം. അപ്പം നമുക്കൊന്ന് കേൾക്കാം അല്ലേ ഈ തെലുങ്ക് കീർത്തനം അന്ന് അവതരിപ്പിച്ചത്. ഇത് പലരും ഇത് പാടി വളരെ പ്രശസ്തരായി. എനിക്ക് അതിന്റെ ഒരു ബെനിഫിറ്റും കിട്ടിയില്ല. അപ്പം തുടങ്ങാം. കോസല പ്രിഞ്ചകടേ ലോടക കോസല പ്രിഞ്ചകടേ ലുടുലുടു മൃഞ്ചം തടുകുടുലിഞ്ചം ചടപട തഞ്ചം പടതിക തൃഞ്ചം. കോസല 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 പ്രിഞ്ചകടേ ലോടക കോസല പ്രിഞ്ചകടേ. ആത്മവിദ്യാലയമേ അതല്ലേ? അല്ലേ? എന്തൊരു കണ്ടുപിടുത്ത അങ്ങനല്ലേ? പിന്നെ വലിയ വ്യത്യാസമുണ്ടോ? ഇപ്പോഴും ആ പാടുണ്ടോ പുറത്ത്? കച്ചേരി കഴിഞ്ഞപ്പോഴേ ആൾക്കാരുടെ മടല് അവിടൊക്കെ അങ്ങനെ കരുതാപ്പള്ളിയില് പച്ചമടല. കാരണം പഴുത്തതുമല്ല, ഈ പച്ചമടല് വെട്ടിയിട്ട് കീറും പുറത്തോട്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കുണ്ട് ഇല്ലേ, ട്രെയിനിന്റെ പുറകിലിട്ടിട്ടില്ലേ? അതെ, ഈ അഭിനയിക്കാൻ ഉടുപ്പൂരാൻ പറഞ്ഞ ഊരത്തിൽ. പക്ഷെ ഒരു കൈ തരട്ടെ, ഇവരായിട്ടുണ്ട്. അത് മുഴുവൻ ഉണ്ടോ? അത് വരികളുണ്ട് സാർ. ഇനിയും നോക്കട്ടെ ബാക്കി വരികള്. ഇതാണ്ട് ഇത് മുടലൊരു ഡഞ്ചാൽ കൊടലെടു തുഞ്ചം. അല്ല, ഇതിനകത്ത് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോ തെലുങ്കിൽ എഴുതി തെലുങ്കാന്നും പറഞ്ഞ് എഴുതിയ അല്ല, ഇത് ഞാനൊക്കെ വേറെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ? അത് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ ഇത് പാടി നിങ്ങൾ യൂട്യൂബിൽ ഇറക്കുക. അതെ, ഭാര്യയായിട്ട് ഇവിടെ പോണം, ആന്ധ്രയിൽ പോയിട്ട് വരണം, ഞാനാണ് ആ പാട്ട് പാടിയത്. അവൻ ഓ ആണോ വരൂ എന്ന് പറഞ്ഞ അവര് വള്ളം വിളിച്ചോണ്ട് പോയിട്ട് വീണ്ടും ഒരു മുറിക്കകത്ത് കൊണ്ടിരുന്നിട്ട് അവിടെ മടലൊന്നുമല്ല, അവിടെ വേറെ കോടാലിയൊക്കെയാ. പക്ഷെ കൊള്ളാം കേട്ടോ. അത് ഇത് ചേച്ചി ദേഷ്യം വരുമ്പോ കോസല പ്രിഞ്ചകരേ ഉടലോടക കോസല പ്രിഞ്ചകടേ ലഡു ലഡു മൃഞ്ചം തടുകുടുലിംഗം ചടപട തഞ്ചം പടതിക തൃഞ്ചം കോസല പ്രിഞ്ചകരേ. എനിക്ക് ഫീലിംഗ് വരിക കേട്ടോ. എന്താ ഭാഗ്യമാ സാറേ, എന്റെ ഈ വരികള് സാറ് പാടാൻ കിട്ടിയത് എന്റെ ഒരു ഭാഗ്യമാണോ അതോ അത് എന്റെ ഒരു ഭാഗ്യമാണ്? അല്ല, എന്റെ ഭാഗ്യമാണോ? ഇനിയും ഉണ്ടല്ലോ കവിത, നമുക്ക് എടുക്കാം. ഞങ്ങൾക്കൊരു അമേരിക്കൻ ഷോ ഉണ്ടായിരുന്നു. അതായത് അഞ്ജനയും പിന്നെ സെന്തില് ശ്രേയക്കുട്ടിയുടെ ആദ്യത്തെ പ്രോഗ്രാം. അപ്പൊ ഇവര് ട്രിവാൻഡ്രത്ത് നിന്ന് ബസ്സിലാണ് കൊച്ചിയിൽ വരുന്നത്. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് ഞാൻ തലേ ദിവസമേ പോയി. ഞാൻ പോയി ന്യൂയോർക്കിൽ ഇറങ്ങി അടുത്ത ഫ്ലൈറ്റിൽ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഇവര് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇപ്പൊ വരും സാർ, ഇപ്പൊ എടുക്കാം എന്ന് പറയുന്നല്ല, ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓർക്കസ്ട്രയും ഇവരെല്ലാം വന്നല്ലേ തുടങ്ങാൻ പറ്റും. അപ്പൊ സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. 7 മണിക്ക് പ്രോഗ്രാം. സംഭവം എന്താണെന്നറിയോ, ന്യൂയോർക്കിൽ ഇറങ്ങിയപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞു കയറിക്കോ, ബസ്സിൽ കയറിക്കോ. അപ്പൊ എന്തായാലും ബസ്സിൽ കയറണമല്ലോ റൂമിൽ. അപ്പോൾ നമുക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ബസ്സിൽ തന്നെ പ്രോഗ്രാം സ്ഥലത്തോട്ട് പോകാൻ. അതെ, അങ്ങനെ ബസ് വിടുന്നു. സ്വാഭാവികം. എങ്ങോട്ടാണെന്ന് ചോദിച്ചു. എങ്ങോട്ടാ? കാനഡയിലേക്ക്. ന്യൂയോർക്കിൽ നിന്ന് കാനഡയിലേക്ക്. അല്ല, എയർപോർട്ടിൽ അല്ല, എത്ര ദൂരം വരണ്ട സാറേ? 1.5 ദിവസം വേണം. അയ്യോ. അതായത് ഇവിടുന്ന് സെന്തില്, അനൂപേട്ടൻ, സമ്മിച്ചേട്ടൻ, സൗണ്ട് ഇവരെല്ലാവരും ഇവിടുന്ന് കൊച്ചിയിലേക്ക് വരുന്നു. ഇവിടുന്നേ വണ്ടിയിൽ ഇരുന്ന് അവിടെ വന്ന് അവിടെ നമ്മള് ന്യൂയോർക്ക് വരെയുള്ള അറിയാലോ, ഞങ്ങളെല്ലാരും അവിടെ ചെന്നിറങ്ങിയപ്പോഴാണ് അടുത്ത ഇടിയോട്ട് നേരെ വണ്ടിയിൽ ഇവര് ഇവിടുന്ന് ന്യൂയോർക്കിൽ നിന്ന് കാനഡ. പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1-2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ്, ബാക്കിയെല്ലാം ഈ വണ്ടിയിലായിരുന്നു. അത് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് അവരുടെ ഒരു കുഴപ്പമാണ്. കാരണം അങ്ങനെ ആരും ചെയ്യാറില്ല. അല്ല, സ്റ്റേറ്റുകൾ തമ്മിലും നല്ല അകലമുള്ള വ്യത്യാസമുണ്ട്. കാരണം അവിടെ ഒരിക്കലും ഒരു കാറിൽ പോയി ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ബസ്സിൽ പോയി പറ്റില്ല. പക്ഷെ ഞങ്ങൾ അതിന് പേര് ഇട്ടു, സെന്തിലാണ് ആ പേരിട്ടത്.
മൂലശാപം പിടിച്ച അമേരിക്കൻ അതാണ് ആദ്യം പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും വിചാരിക്കണ്ട അഞ്ജനയ്ക്ക് വേറെ എന്തെങ്കിലും ശാപമാണെന്ന് വിചാരിക്കണ്ട. പക്ഷെ ഞങ്ങൾ അതും എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഇത്രയും ഷോസ് പോയെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത്. പിന്നെ ബസ്സിലാവുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ബഹളം വെച്ചും പോവാം, പാട്ടും ബഹളവും. ഇനിയും പോവാൻ നോക്ക്. ഇനി പോകുമ്പോ ഡെഫിനറ്റ് ആയിട്ട് ഫ്ലൈറ്റിൽ തന്നെ പോകാൻ കേട്ടോ. തെളിവുണ്ട്, തെളിവുണ്ട്. പറ്റുകയാണെങ്കിൽ എന്നെയും കൂടെ വിളിക്കും. നമ്മളെയും ഒന്നിച്ചു. നമ്മുടെ പയ്യൻസില്ലാതെ എന്ത് പ്രോഗ്രാം, എന്ത് ആഘോഷം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അഞ്ജനയില്ലേ ഏത് സ്റ്റേജിൽ ചെന്നാലും വീഴും. ആ ഇവിടുന്ന് തിരുവനന്തപുരത്ത് തിരിക്കുമ്പോൾ ഗണപതിയിൽ പോയി ആദ്യം തേങ്ങ അടിക്കുന്ന വീഴാൻ വേണ്ടി. നമ്മളൊക്കെ എന്താണ് വീഴ്ച കൂടാതെ രക്ഷപ്പെടുത്തണെന്ന്. ഇത് എങ്ങനെങ്കിലും എന്നെ വീഴ്ത്തണെന്ന്. അല്ല, അത് ആദ്യമേ ആ ഒരു മൂലശാപം എനിക്കും കിടപ്പുണ്ട്. എവിടെ ഡാൻസ് ചെയ്താലും വീഴും, സ്കിറ്റ് ചെയ്താലും തെന്നി വീഴും. പക്ഷെ നമ്മള് വീണ് കഴിഞ്ഞാല് ആൾക്കാര് കൈയടിക്കും, കൂവും. പക്ഷെ നമ്മളവിടെ പിടിച്ചു വെക്കണമല്ലോ. വീണ്ടും വന്ന് ഞാൻ, അതായത് ഒരു അനുഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ബാംഗ്ലൂർ ഒരു നഴ്സിംഗ് കോളേജിൽ പോയതാ സ്കിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലോർ ഭയങ്കര പോളിഷ്ഡ് ആണ്, വുഡൻ പോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുടിയനെ 2 ചവിട്ടൊക്കെ ചവിട്ടിയിട്ട്, ഈ കച്ചറ മറ്റേ സൊസൈറ്റി ലേഡിയാണ്, ചവിട്ടിയിട്ട് പോണ വഴിക്ക് 2 കാലും പൊങ്ങി തെന്നി മൂടിടിച്ച് വീണ്. അതിനായിരുന്നു അവിടെ ഏറ്റവും വലിയ കയ്യടി. പക്ഷെ നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടല്ലോ. ഞാൻ തിരിച്ചു പോയി 2 ചവിട്ടും കൂടെ കൊടുത്തിട്ട് വീണ്ടും മൂലശാപം.